ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലെയിൻ സാരീസിന്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ഇൻഫർമേഷൻസ് കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാർക്ക് ഉള്ള കുറച്ച് ഡൗട്ട്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് ഈ വീഡിയോ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആകും, അതൊന്ന് സഹകരിക്കണം. അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ തന്നെ ഒന്ന് ഈ ഒരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. നമ്മൾ ഈ ഒരു 2 years ഒക്കെ ആയെങ്കിൽ പോലും ഞാൻ പേഴ്സണലി ഈ പറഞ്ഞ ഒരു വീഡിയോസിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് അത് പറഞ്ഞു, എൻ്റെ പേരൊക്കെ ഒത്തിരി പേർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേര് അഞ്ജു എന്നാണ്. നമ്മുടെ സ്ഥലം വരുന്നത് കോട്ടയമാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഓൺലൈൻ ചാനൽ ത്രൂ മാത്രമേ നമ്മൾ സെയിലുള്ളൂ. നമുക്ക് ഓൺലൈൻ ബൊട്ടീക്ക് മാത്രമേ ഉള്ളൂ. ഓഫ്ലൈനായിട്ട് ഫിസിക്കൽ സ്റ്റോർ നമുക്കില്ല. നമ്മൾ ഓൺലൈനായിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് AJ സിഗ്നേച്ചേഴ്സ് എന്നുള്ളൊരു പേരിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അത് നമ്മൾ ഇതുപോലെ ഒരു സെയിൽ പർപ്പസ് ഒന്നും ഫോക്കസ് ചെയ്തല്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഇതുപോലത്തെ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസ് ഒക്കെ ഞാൻ സ്കൂൾ ടൈം തൊട്ടേ ഒരു ഹോബി ആയിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു കളക്ഷൻസ് ഒക്കെ ചുമ്മാ ഒന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടാന്നുള്ള രീതിയിൽ നമ്മൾ ചുമ്മാ റാൻഡമായിട്ടൊന്ന് ചുമ്മാ ഇട്ട് ചെയ്തതായിരുന്നു ആ ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് കിട്ടി. അതിനുശേഷം ഞാൻ ചുമ്മാ ഈ പറഞ്ഞ പോലെ ചെയ്ത് 1-2 പേഴ്സണൽ യൂസിന് വേണ്ടി ചെയ്ത് 1-2 സാരീസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാരീസ് സെയിൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ടപ്പോൾ ഒരുപാട് റെസ്പോൺസ് വന്നു, ഒരുപാട് ഓർഡേഴ്സ് വന്നു. റിപ്പീറ്റ് ആണെങ്കിലും ആ സാരീസ് നമുക്ക് ഒരുപാട് ഓർഡർ വന്നു. കുറേ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് അന്നോട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഒരു ചാനൽ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ വന്ന സമയത്ത് നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല, ഒത്തിരി അത്രയും ടൈറ്റ് ആയിട്ടൊന്നും വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ വരെ തീരുമാനിച്ചതാണ്. പക്ഷെ എന്തോ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ തുടക്കം തൊട്ടുണ്ടായിരുന്ന കുറേ കസ്റ്റമേഴ്സിന്റെ അവരുടെ അപ്രീസിയേഷനും നമ്മുടെ വർക്കിനോടുള്ള അവരുടെ ഒരു ഇഷ്ടവും അവരുടെ ഒരു സപ്പോർട്ടും അതുപോലെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടും ഒക്കെ കൊണ്ട് നമ്മൾ ഇത് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ ഒരു 1 year മുമ്പായിട്ട് നമ്മളിതിനെ എസ്റ്റർ ഫാഷൻ ബൊട്ടീക്ക് എന്നുള്ളൊരു പേരിൽ രജിസ്റ്റേർഡ് ആയിട്ട് തന്നെ നമ്മളൊരു ഓൺലൈൻ ബൊട്ടീക്ക് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പം കറൻ്റ്ലി നമ്മൾ ഈ ഒരു ബൊട്ടീക്കിൽ ഹാൻഡ് എംബ്രോയിഡറി സാരീസും അതുപോലെ മിഷൻ എംബ്രോയിഡറി സാരീസും അതുപോലെ നമ്മൾ ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് എടുത്ത് സാരീസ് സെല് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കിപ്പം റീസെൻ്റ്ലി സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ എന്ന് പറഞ്ഞ് നമ്മളെ പോലെ തന്നെ വർക്ക് ചെയ്ത് നമ്മൾ തുടക്കത്തിൽ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളൊക്കെ ഇട്ട് ആ ഒരു രീതിയിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു സോഴ്സ് അവർക്ക് ചെയ്യുന്ന വർക്കുകൾക്കൊക്കെ നമ്മളെ പോലെ തന്നെ സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സെല് ചെയ്യാനായിട്ടൊരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ ഈ ഒരു ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പം ഈ ഒരു നമ്മുടെ എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. കറൻ്റ്ലി നമുക്ക് വാട്സപ്പ് ത്രൂ ആണ് നമ്മുടെ സെയിലൊക്കെ നടക്കുന്നത്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്ന ഈ ഒരൊറ്റ വാട്സപ്പ് നമ്പറേ നമുക്കുള്ളൂ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ടല്ലാണ്ട് നമുക്ക് വേറെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസും ഇപ്പം കറൻ്റ്ലി ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതലും ഓർഡേഴ്സ് എല്ലാം എടുക്കുന്നത് വാട്സപ്പ് ത്രൂ തന്നെയാണ്. അതുപോലെ നമുക്ക് വെരി സൂൺ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് വെബ്സൈറ്റ് ത്രൂവും നമ്മൾ സെയിൽ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രൈസിങ്ങിനെ കുറിച്ചാണ്. പ്രൈസിങ്ങിനെ കുറിച്ച് ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് പേഴ്സണലി ഒക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. അതായത് ഹാൻഡ് എംബ്രോയിഡറി എസ്പെഷ്യലി ചോദിക്കുന്നത് ഈ പറഞ്ഞ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്ത സാരീസിൻ്റെ ഒക്കെ ഫോട്ടോസ് കാണിച്ചിട്ട് ഇതിന് എത്ര പ്രൈസ് ഇടണം എന്നൊക്കെ ചോദിച്ച് ഒത്തിരി ആൾക്കാർ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അന്നേരം അവരോട് തന്നെ പേഴ്സണലി പറയാറുണ്ട്, നമ്മുടെ സ്വന്തമായിട്ട് ചെയ്യുന്ന വർക്കിന് എപ്പോഴും നമ്മൾ തന്നെ പ്രൈസ് ഇടുന്നതാണ് നല്ലത്. കാരണം നമുക്കേ അറിയത്തുള്ളൂ നമ്മൾ എത്ര നേരം വർക്ക് ചെയ്തതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ എത്ര രൂപ അതിന് സ്പെൻഡ് ചെയ്തു എന്നുള്ളത്, നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാണ് നമ്മളത് വർക്ക് ചെയ്തതെന്നൊക്കെ ഉള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പം ഞാൻ ചെയ്യുന്ന സെയിം വർക്ക് വേറൊരാൾ ചെയ്താലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. എപ്പോഴും ഒരേ ടൈം കൺസംഷൻ ഒന്നും ആയിരിക്കണം എന്നില്ല. അത് നമ്മുടെ ടൈം നമ്മുടെ എഫേർട്ടിനനുസരിച്ച് നമ്മൾ എപ്പോഴും റിട്ടേൺ കിട്ടുന്ന പോലെ വേണം പ്രൈസ് ഇടാനായിട്ട്. അപ്പം നമ്മൾ അതുപോലെ ഈ ഹാൻഡ് പിക്ക് കളക്ഷൻ്റെ കാര്യം വരുന്ന സമയത്താണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന് നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസ് എത്രയാണോ അതനുസരിച്ചാണ് നമ്മൾ പ്രൈസ് ഇടുന്നത്. നമ്മളെപ്പോഴും ഏറ്റവും പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അങ്ങനത്തെ കളക്ഷൻസേ നമ്മൾ കൊണ്ടുവരാറുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ഇതൊരു ഹാൻഡ് പിക്ക് കളക്ഷനിൽ നമ്മളൊരു വലിയ വെറൈറ്റീസോ അല്ലെങ്കിൽ വലിയ ഹ്യൂജ് സ്റ്റോക്കോ ഒന്നും ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യാറില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുമില്ല. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാം. നമ്മളൊരു ക്രിസ്മസ് സമയത്ത് അല്ലെങ്കിൽ ഈസ്റ്റർ സമയത്ത് അല്ലെങ്കിൽ ഇടയ്ക്കുള്ള സമയത്തൊക്കെ ആണെങ്കിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസേ നമ്മൾ ഹാൻഡ് പിക്കിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ. എനിക്ക് പറഞ്ഞ പേഴ്സണൽ യൂസിന് പറ്റും, അല്ലെ പേഴ്സണലായിട്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള
തോന്നുന്ന അത്രയും ഉറപ്പുള്ള പോലത്തെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ, അത്രയും നല്ല ഡിസൈൻസ്, അല്ലെങ്കിൽ അതുപോലെ അത്രയും നല്ല നമുക്ക് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ഹാപ്പി ആകാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ. നമ്മൾ കാണുന്ന എല്ലാ മെറ്റീരിയലും, നമുക്ക് കിട്ടുന്ന എല്ലാ മെറ്റീരിയലും ഒന്നും നമ്മൾ ഹാൻഡ് പിക്ക് കളക്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പേഴ്സണൽ കസ്റ്റമൈസേഷൻ വർക്കിൽ തന്നെ എപ്പോഴും നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈസ് ഇടുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ ഇതിന് പ്രൈസ് കൂടുതലാ, പ്രൈസ് കുറവാന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞുള്ള സെയിം കാഴ്ചയിൽ തോന്നുന്നു, ഇപ്പൊ നമ്മൾ വീഡിയോ അല്ലേ കാണുന്നത്, കാഴ്ചയിൽ തോന്നുന്നതിൽ സെയിം ആയിട്ടുള്ള സാധനങ്ങൾ വേറെ ഏതെങ്കിലും ഇ കൊമേഴ്സ് സൈറ്റുകളിലോ അല്ലെങ്കിൽ വേറെ ബൊട്ടീക്സിലോ ഒക്കെ ഇതിലും കുറഞ്ഞ പ്രൈസിലോ കൂടിയ പ്രൈസിലോ ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു സാധനം നമുക്ക് അതിലും ലോ പ്രൈസിൽ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. എപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്കൊരാളൊരു സാധനം കുറഞ്ഞ പ്രൈസിലാണ് സെല് ചെയ്യുന്നെങ്കിൽ അതിന് ആ പ്രൈസിന്റെ വർത്തേ ഉണ്ടാകത്തുള്ളൂ. അല്ലാണ്ട് 50% ഓഫ് അല്ല 90% ഓഫ് ആ തരുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ നമുക്ക് അത്രയും ഓഫിൽ ഫ്രീ ആയിട്ട് തരുന്നതല്ല. അവർക്കുണ്ടായ എക്സ്പെൻസും പ്ലസ് അവരുടെ പ്രോഫിറ്റും ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അതിനുള്ള വർത്തേ ആ സാധനത്തിന് ഉണ്ടാവത്തുള്ളൂ. നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു ഹയർ പ്രോഫിറ്റ് ചാർജ് ചെയ്തിട്ട് വളരെ ലോക്കലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് പ്രധാനം. നാളെ അവർ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കണം. എനിക്കെപ്പോഴും ഞാൻ തുടക്കം തന്നെ പറഞ്ഞില്ലേ, നമ്മളെ മുമ്പോട്ട് പോകുന്നത് തന്നെ നമ്മുടെ കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് കാരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് പ്രൈസിങ്ങിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് എനിക്ക് ക്ലാരിഫിക്കേഷൻ തരാനുള്ളത് ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്, നമ്മൾ ഷിപ്പിംഗ് ചാർജ് വരുന്നത്. നമ്മൾ എപ്പോഴും എന്തുകൊണ്ടാണ് ഇതിന്റെ പ്രൈസിന്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്, നമുക്ക് എന്തുകൊണ്ടാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഇല്ലാത്തതെന്നൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മളെ ഫസ്റ്റ് ടൈം നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ഈ ഒരു ഡൗട്ട് ചോദിക്കാറുള്ളത്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ നമുക്കിപ്പം ഷിപ്പിംഗ് ചാർജ് ഞാൻ ഫ്രീ എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും പോസ്റ്റ് ഓഫീസിൽ ഉള്ള ചാർജ് കൊടുക്കാതിരിക്കേണ്ട ഒരു ഓപ്ഷൻ വരത്തില്ല. അത് എനിക്ക് നല്ല ഒരു ബൊട്ടീക്കാർക്കും കൊടുക്കാനുള്ള ഓപ്ഷൻ വരാതിരിക്കില്ല. അവരെന്തുകൊണ്ടാണ് ഫ്രീ ഷിപ്പിംഗ് തരുന്നതെന്ന് ചോദിച്ചാൽ അവർ ഓൾറെഡി ഷിപ്പിംഗ് ചാർജ് ആ ഒരു സാലറിയിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് പ്രൈസ്. ഞാനത് ഇൻക്ലൂഡഡ് ആക്കാതെ സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതിന് 2-3 റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ റീസൺ, എല്ലായിടത്തും ഉള്ള ഷിപ്പിംഗ് ചാർജ് സെയിം അല്ല. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് എല്ലാ സാരീസിലും ഒരു 100 റുപ്പീസോ 200 റുപ്പീസോ ആഡ് ചെയ്ത് പ്രൈസ് ഇട്ടിട്ട് ഫ്രീ ഷിപ്പിംഗ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പൊ ഈ 60 രൂപ ഷിപ്പിംഗ് ഉള്ള ആളും അതുപോലെ ഈ 100 രൂപ ഷിപ്പിംഗ് ഉള്ള ആളും 200 രൂപ ഷിപ്പിംഗ് ഉള്ള ആളും ഈ 200 രൂപ നമുക്ക് ആ ഒരു സാരിയുടെ പ്രൈസിൽ കൂടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത്. അതായത് ഇപ്പം എനിക്കിപ്പോൾ ഞാൻ കോട്ടയത്തു നിന്നാണ് ഷിപ്പ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം തൊട്ടൊരു കോഴിക്കോട് അല്ലെങ്കിൽ കോഴിക്കോടല്ല പാലക്കാടൊക്കെ വരെ വരുമ്പോഴത്തേനും നോർമലി 60 റുപ്പീസേ വരാറുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ കേരളം മുഴുവൻ നമ്മൾ 60 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വാങ്ങിക്കുന്നത് സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുമ്പോൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ 100 റുപ്പീസോ 200 റുപ്പീസോ സാരീസിന് ഇൻക്ലൂഡ് ചെയ്ത് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 60 റുപ്പീസിന്റെ സ്ഥാനത്ത് ഇത് എനിക്ക് 200 റുപ്പീസ് പേ ചെയ്തിട്ടാണ് നിങ്ങൾ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ സാരീസ് വാങ്ങിക്കുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ നമ്മൾ കസ്റ്റമേഴ്സിനെ ഫേവർ ചെയ്ത് തന്നെയാണ് ഈ ഒരു ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിട്ട് തന്നെ കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രീ ഷിപ്പിംഗ് ഒരു ടാഗ് ലൈൻ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഓ ഷിപ്പിംഗ് ഫ്രീ ആണ്. ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇപ്പം ഞാൻ ബൾക്കായിട്ട് കൊണ്ട് പോസ്റ്റ് ഓഫീസിലോ അല്ല DTDCയിലോ കൊണ്ട് കൊടുക്കുമ്പോൾ അവരെന്നോട് പറയൂ ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാന്ന്? ഒരിക്കലും ഇല്ല. അത് അവർ ഇപ്പം എനിക്ക് എല്ലാ സാരിയിലും 100-150 രൂപ ഷിപ്പിംഗ് ചാർജ് ആകുമ്പോൾ അത് ഞാൻ എൻ്റെ പേഴ്സണൽ പ്രോഫിറ്റിൽ നിന്ന് സഫർ ചെയ്യാനായിട്ട് ഏതെങ്കിലും ബിസിനസ്സുകാർ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അപ്പം നിങ്ങളുടെ സാരിയുടെ പ്രൈസിൽ അത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു സർവീസും ആരും ഫ്രീ ആയിട്ട് നമുക്ക് തരത്തില്ല. അതിപ്പോൾ എന്താണെങ്കിലും ഇപ്പം നമ്മളത് ചിന്തിച്ചാൽ മതി. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഫ്രീ തരുന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിൽ അവർ അതിന്റെ പ്രൈസ് ആഡ് ചെയ്തിട്ടാണ് അവർ ഫ്രീ പറഞ്ഞത്. ഇപ്പം ഈവൻ 50% ഫ്രീ അല്ല 90% ഫ്രീ ആയിട്ടാണ് നമുക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അത്രേ എക്സ്പെൻസ് ഉണ്ടാവുന്നുള്ളൂ. അവരതിനകത്ത് അവരുടെ എക്സ്പെൻസും അവരുടെ പ്രോഫിറ്റും കൂട്ടിയിട്ടാണ് നമുക്ക് ഫ്രീ എന്ന് പറഞ്ഞ് തരുന്നത്. അത് അത്രയും നമുക്ക് ഈ പറഞ്ഞ പോലെ നോർമൽ ഏത് ഒരു ബിസിനസ്സുകാരനും നമുക്ക് ഓഫർ സെയിലും അല്ലെങ്കിൽ ക്ലിയറൻസ് സെയിലും ഒക്കെ വരും. ക്ലിയറൻസ് സെയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ലാസ്റ്റ് ഈ പറഞ്ഞ നമുക്ക് ഇരിക്കുന്ന പീസുകൾ ക്ലിയർ ചെയ്യാനായി നമ്മൾ പ്രോഫിറ്റ് കുറച്ച് നമുക്ക് വിൽക്കാൻ പറ്റും. ഒരിക്കലും നമുക്കതൊരു 50% ഓഫിൽ അങ്ങനെയാണെങ്കിൽ അവർ അത്രയും പ്രൈസ് ഹൈപ്പ് ചെയ്തായിരിക്കും വിൽക്കുന്നതെന്ന് ഓർത്താൽ മതി. 50% ഒരു സാധനം നമുക്ക് വിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവരുടെ ആ ബാക്കി 50% അവർക്കുണ്ടായ എക്സ്പെൻസും അവരൊരു ചെറിയ പ്രോഫിറ്റും ഇൻക്ലൂഡഡ് ആവും. നമുക്ക് എപ്പോഴും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ്. അത് തീരെ പ്രോഫിറ്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല. അത്രയും മാത്രം നമ്മൾ ഓർത്താൽ മതി.
നെക്സ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം വീഡിയോ ക്വാളിറ്റിയെ കുറിച്ചാണ്. നമ്മൾ വീഡിയോയിൽ ഒരു സാരി അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ ലൈറ്റിംഗ് ഇഷ്യൂസ് കാരണം സെയിം കളർ മീൻസ് നമ്മളിപ്പം നേരിട്ട് ആ സാരി കാണുമ്പോൾ അല്ലെ നേരിട്ട് ആ മെറ്റീരിയൽ കാണുമ്പോൾ കാണുന്ന കളർ തന്നെ ആയിരിക്കില്ല നമ്മൾ ഫോണിൽ കാണുമ്പോൾ കാണുന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഒത്തിരി ആൾക്കാർക്കും വരാറുണ്ട്. നമ്മളിപ്പോൾ കോട്ട മെറ്റീരിയലൊക്കെ വരുമ്പോൾ നമ്മൾ കളർ പറഞ്ഞാൽ ഈ കോട്ടയിൽ ഇത്ര കളേഴ്സ്, ഇപ്പം ഞാൻ ഒരു 20-25 കളേഴ്സ് നമുക്ക് നോർമൽ കോട്ടൺ കോട്ടയിൽ വരുന്നത്. അപ്പോൾ ആ കളേഴ്സ് ഒക്കെ ഓൾറെഡി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ വലിയ കൺഫ്യൂഷൻസ് വരുന്നില്ല. ഇപ്പം ഞാൻ അതിനകത്ത് ചിക്കു ഷെയ്ഡ് അല്ലെങ്കിൽ ലെമണല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ലെമണല്ലോ എന്ന് പറഞ്ഞ് കോട്ടൺ കോട്ടയിൽ ഒരൊറ്റ ഷെയ്ഡേ വരത്തുള്ളൂ. അപ്പം പിന്നെ അതിൽ കൺഫ്യൂഷൻ വരത്തില്ല. പക്ഷേ നമ്മൾ ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസിൽ വരുമ്പോഴത്തേനും ഇപ്പം ഞാൻ മെറൂൺ ഷെയ്ഡ് അല്ലെങ്കിൽ റെഡ് ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ വേരിയേഷൻസ് ഉണ്ട്. ഇപ്പം ബ്ലൂ തന്നെ പല ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. ടീൽ ബ്ലൂ ഉണ്ട്, റോയൽ ബ്ലൂ ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട്, സ്കൈ ബ്ലൂ ഉണ്ട്. ഇതിന് തന്നെ ഈ സ്കൈ ബ്ലൂവിന് തന്നെ എത്ര വേരിയേഷൻസ് ഉണ്ട്. അങ്ങനെ പല ഷെയ്ഡ്സ് വരുമ്പോഴത്തേനും നമ്മൾ ആ കളർ പറഞ്ഞാൽ പോലും അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഇപ്പം സ്കൈ ബ്ലൂ പോലും നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇച്ചിരി ലൈറ്റ് ബേബി ബ്ലൂ ആയിട്ട് ലൈറ്റ് ബ്ലൂ ആയിട്ട് കാണും. ചിലപ്പോൾ നമുക്ക് കൈ കിട്ടുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് ഉള്ള ബ്ലൂ ആവും. തിരിച്ചും വരാം. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് ഉള്ള ബ്ലൂ കിട്ടും. നമ്മുടെ കയ്യിൽ വരുമ്പോഴത്തേനും ഇച്ചിരി ഡിം ആയിട്ടുള്ള ബ്ലൂ, ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ, പെയിൽ ആയിട്ടുള്ള ബ്ലൂ ആ വരുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് വരാം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വീഡിയോ എപ്പോഴും നമ്മൾ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം ഏത് മെറ്റീരിയൽസ് കാണിക്കുമ്പോഴും നമ്മൾ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം പറയാറുണ്ട് ഈ ഒരു ലൈറ്റിങ്ങിന്റെ ഇഷ്യൂസ് കാരണം നമുക്ക് കളറിൽ ചെറിയ വേരിയേഷൻസ് വരും. ഹ്യൂജ് ഡിഫറൻസ് അല്ല ഞാൻ പറയുന്നത്, ചെറിയ വേരിയേഷൻസ്, മൈന്യൂട്ട് വേരിയേഷൻസ്. എല്ലാ ഷെയ്ഡ്സും മിക്ക ഷെയ്ഡ്സും ഒരുമാതിരി ഡാർക്ക് ഷെയ്ഡ്, ഇപ്പോൾ ബ്ലാക്കോ മെറൂണോ ഒക്കെ പോലത്തെ ചില ഷെയ്ഡ്സ് നമുക്ക് വലിയ വ്യത്യാസങ്ങൾ തോന്നത്തില്ലായിരിക്കും. പക്ഷേ ബാക്കിയല്ല നോർമൽ പ്രത്യേകിച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് അല്ലെങ്കിൽ ഇച്ചിരി ഒരു ലൈറ്റ് ഷെയ്ഡ്സിലൊക്കെ നല്ലൊരു വ്യത്യാസം ഈ പറഞ്ഞ പോലെ നമുക്ക് ആ കളേഴ്സ് തോന്നാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് എടുത്ത് പറയാറുണ്ട്. നമുക്ക് ഫോട്ടോഗ്രാഫിക് ലൈറ്റിംഗ് കൊണ്ട് ആ ഒരു ഡിഫറൻസ് വരാണ്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇപ്പം എൻ്റെ ഫോണിലെ സെറ്റിങ്സ് ആയിരിക്കില്ല നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫോണിൽ ഇപ്പോൾ കാണുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ടി വിയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കാണുമ്പോൾ. ഇതിൻ്റെയൊക്കെ ആ ഡിസ്പ്ലേയുടെ വ്യത്യാസം കൊണ്ടും അതിനകത്തെ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ വ്യത്യാസം കൊണ്ടും ഒക്കെ ഈ പറഞ്ഞ പോലെ കളേഴ്സിന് വേരിയേഷൻ വരും. ഇപ്പം ഞാൻ ചുമ്മാ ഈ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ എടുത്ത് തരുവാണെങ്കിൽ പോലും ഇപ്പം എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ കാണുന്ന ആ കളർ ആയിരിക്കില്ല നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ വരുന്നത്. കാരണം വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്ങും അതുപോലെ അതിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് വ്യത്യാസം ഉണ്ടാകും. ബ്രാൻഡ് അനുസരിച്ചും ഒക്കെ വ്യത്യാസം വരും ആ ഒരു കോൺട്രാസ്റ്റ് വരുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് നമ്മൾ മാത്രമല്ല നോർമൽ എല്ലാ ഇ-കൊമേഴ്സ് സൈറ്റുകളിലാണെങ്കിലും അതുപോലെ വേറെ ബൊട്ടീക്സ് ഒക്കെ ആണെങ്കിലും വെബ്സൈറ്റുകളിലൊക്കെ ആണെങ്കിലും അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒറിജിനൽ പ്രോഡക്റ്റും നമ്മൾ കാണിക്കുന്ന പിക്കും തമ്മിലൊരു ഫോട്ടോഗ്രാഫിക് ഡിഫറൻസ് ലൈറ്റിംഗ് കൊണ്ട് ഉണ്ടാവും എന്നുള്ളത്. അത് ഇൻക്ലൂഡഡ് ആണ് എപ്പോഴും. നമ്മൾ പ്രത്യേകിച്ച് പിന്നെയും എടുത്ത് പറയുന്നുമുണ്ട്. എന്നാലും പറഞ്ഞ പോലെ കുറേ ആളുകൾക്ക് അതിൽ വീണ്ടും ഇതുണ്ട്. പിന്നെ നമ്മൾ കോട്ട മെറ്റീരിയൽ, അതായത് പ്ലെയിൻ സാരീസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈവൻ നമ്മൾ കളേഴ്സ് അറിയാമെങ്കിൽ പോലും ഇപ്പം എസ്പെഷ്യലി പീച്ച് ഒക്കെ നമുക്ക് ചില സമയത്ത് ഇപ്പം ചില നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാളും ബ്രൈറ്റ് ആയിട്ടൊക്കെ വരുമ്പോഴത്തേനും ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അയ്യോ ഞാൻ വിചാരിച്ച ഷെയ്ഡ് അല്ല, അപ്പോൾ എനിക്ക് വേറൊരു കളർ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളത് അനുവദിക്കാറുണ്ട്. കാരണം വെച്ചാൽ നമുക്കത് പ്ലെയിൻ സാരീസ് ആകുമ്പോഴത്തേനും നമ്മളത് ഓൾറെഡി നമുക്കത് ഇങ്ങനെ റണ്ണിങ് ആയിട്ടിരിക്കുന്ന മെറ്റീരിയലാണ്. ഇപ്പം നമുക്ക് ആ ഒരു പീച്ച് ആണെങ്കിലും അല്ലെ ഗ്രീൻ ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും വന്നുകൊണ്ടേയിരിക്കും, അത് പോയിക്കൊണ്ടേയിരിക്കും, അത് കസ്റ്റമേഴ്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കും, വീണ്ടും റീസ്റ്റോക്ക് അത് തന്നെ വന്നുകൊണ്ടിരിക്കും. അത് നമുക്കത് സ്റ്റഡി ആയിട്ടുള്ളൊരു സംഭവം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കളേഴ്സ് ചേഞ്ച് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളത് റിട്ടേൺ ആയിട്ട് കൊടുക്കാറുണ്ട്. അത് നമ്മുടെ റിട്ടേൺ പോളിസിയിൽ വരുന്നതല്ല. ആക്ച്വലി നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ട്. നമ്മുടെ ഒരു നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ നോ റിട്ടേൺ നോ റീഫണ്ട് എന്നുള്ളൊരു ക്യാപ്ഷനിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് വ്യക്തമായ ഒരു റിട്ടേൺ പോളിസി ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു 10 days റിട്ടേൺ പോളിസി എന്നുള്ള ഒരു റൂള് പ്രകാരം തന്നെയാണ് നമ്മുടെ ഒരു ബൊട്ടീക്ക് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈവൻ കോട്ട സാരീസിലാണെങ്കിലും നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻസിലൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഒരു റൂള് പ്രകാരം നമ്മുടെ കസ്റ്റമേഴ്സിന് അവരുടെ സാറ്റിസ്ഫാക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ റിട്ടേൺ പോളിസി ചെയ്യുന്നുണ്ട്. നമ്മളിന്ന് ഡിസ്പാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അയക്കുന്ന സാധനം നമുക്ക് അവർക്ക് എന്തെങ്കിലും അതിനകത്ത് ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള ഇഷ്യൂസോ ഉണ്ടെങ്കിൽ വിത്തിൻ 10 days നമ്മുടെ അടുത്ത് തിരിച്ചെത്തിക്കുവാണെങ്കിൽ ഫുൾ എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ എല്ലാം ചെക്ക് ചെയ്താണ് ഇത് അയക്കുന്നത്. എന്നാലും ഈ പറഞ്ഞ ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടെയാണ് നമ്മൾ അയക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾക്കും ഈ പറഞ്ഞ പോലെ ഒരു പ്രൂഫ് വേണമല്ലോ. കാരണം നമ്മളെല്ലാ ആൾക്കാരും ഉണ്ടല്ലോ, നമ്മൾ വാങ്ങിക്കുന്ന ഒരു 99% ആൾക്കാരും വളരെ ജെന്യുവൻ ആയിട്ട് വളരെ നല്ല ആൾക്കാരാണ്. എന്നാൽ എല്ലായിടത്തും ഈ പറഞ്ഞ ഒരു 1% ആൾക്കാർ
ആൾക്കാർ ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു തെറ്റിദ്ധരിപ്പിക്കാനല്ല പറ്റിക്കാനൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനുള്ള വീഡിയോ ഒക്കെ എടുത്താണ് നമ്മൾ അയക്കുന്നത്. എന്നാലും നമ്മുടെ കണ്ണിൽ പെടാതെ എന്തെങ്കിലുമൊക്കെ ഡാമേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് നമ്മുടെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മളത് റിട്ടേൺ എടുക്കാറുണ്ട്. അവർക്ക് ആ സെയിം പീസ് വേണമെങ്കിൽ അങ്ങനെ, അല്ല എമൗണ്ട് പൈസ തിരിച്ചു വേണമെങ്കിൽ അങ്ങനെ, അതൊക്കെ നമ്മൾ റിട്ടേൺ കൊടുക്കാറുണ്ട്. അങ്ങനെ നോ റിട്ടേൺ നോ റീഫണ്ട് എന്നൊന്നും നമുക്കില്ല. നമ്മൾ വളരെ വളരെ ജെനുവിനായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്നൊരു സ്ഥാപനമാണ്. അതുപോലെ ഈ ഒരു റിട്ടേൺ പോളിസിയിൽ നമ്മൾ കളർ, അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫോട്ടോഗ്രാഫിക് ലൈറ്റിംഗ് കൊണ്ട് കളറിന് വേരിയേഷൻ വരാം. ആ ഒരു കളറിലുള്ള വേരിയേഷൻ നമ്മൾ ഇതിനകത്ത് റിട്ടേൺ പോളിസിയിൽ ഇല്ല. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കളർ വേരിയേഷൻസ് വരാം എന്നുള്ളത്. എന്നാൽ കോട്ട മെറ്റീരിയലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ അത് നമ്മൾ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കളർ ഇച്ചിരി ബ്രൈറ്റ് ആയി പോയി, ഇച്ചിരി ലൈറ്റ് ഷെയ്ഡ് മതിയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വന്നാൽ കോട്ട മെറ്റീരിയലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ മാറി എടുക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റഡി സെയിൽ വരുന്ന പോലെ നമുക്കത് സ്ഥിരമായിട്ട് നമുക്ക് ആ ഒരു കളേഴ്സ് ആണെങ്കിലും ആ ഒരു ഇതുള്ളത് കൊണ്ട്. പക്ഷെ ഹാൻഡ് പിക്ക് കളക്ഷൻസിൽ നമുക്ക് അത് പോസിബിൾ അല്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് കളക്ഷൻസ് എടുത്ത് വെക്കാറില്ല. ഒന്നാമത്തെ കാര്യം അത് തന്നെയല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കളക്ഷൻ ഇപ്പൊ കാണിച്ചു, ഒരു വീഡിയോയിൽ കാണിച്ചു, അത് ഒരു വീഡിയോയിലെ മിക്കവാറും ഉണ്ടാവുള്ളൂ. അത് അന്നേരം തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോകും. കസ്റ്റമേഴ്സ് അതിനെക്കുറിച്ച്, നമ്മൾ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിത് വേറെ ആരും നമ്മുടെ അടുത്ത് വന്ന് ഇത് കാണുന്നില്ല. നമ്മൾ കൂടുതലും അത് സെയിലാകും, പിന്നെ നെക്സ്റ്റ് കളക്ഷൻ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ 10 days കഴിഞ്ഞിട്ട് എനിക്ക് ആ കളർ വേണ്ടായിരുന്നു, എനിക്ക് വേറെ കളർ വേണമായിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് റിട്ടേൺ എടുക്കത്തില്ല. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് റിട്ടേൺ പോളിസി ഉണ്ട്. നെക്സ്റ്റ് എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു കാര്യം, നമ്മളടുത്ത് പേഴ്സണലി കോൺടാക്ട് ചെയ്ത് നമ്മളെപ്പോലെ ബൊട്ടീക്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. ഒരുപാട് ആൾക്കാർ നമ്മളെ അങ്ങനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർക്ക് പുതുതായിട്ട് ഒരു ഓൺലൈൻ ബൊട്ടീക്ക് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കറിയാം, നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളവർക്കറിയാം, നമ്മൾ വളരെ സപ്പോർട്ടീവായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ വന്ന ആ ഒരു ഗ്രോത്ത് എങ്ങനെയായിരുന്നു, നമ്മൾ എങ്ങനെയാണ് തുടങ്ങിയത്, നമ്മളിപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളിപ്പം നമ്മളെടുത്ത ഇതുപോലെ ചോദിക്കാറുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ് കോട്ട മെറ്റീരിയൽ എടുക്കുന്നത്, അല്ലെ നിങ്ങൾ എവിടെ നിന്നാണ് ഹാൻഡ് ബിഗ് കളക്ഷൻ എടുക്കുന്നത്, നിങ്ങൾ എവിടെ നിന്നാണ് ആ ചന്തേരി സാരി എടുത്തത്, നിങ്ങൾ എവിടെ നിന്നാണ് മൊഡാൽ സാരി എടുത്തത് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അടുത്ത് അങ്ങനെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അല്ലെ നിങ്ങൾ ആ എടുക്കുന്ന ഡീലറിന്റെ നമ്പർ തരാമോ, ആ മില്ലിന്റെ നമ്പർ തരാമോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാറുണ്ട്. അത് പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള, നമ്മൾ ഒരു ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് നമ്മളെ സംബന്ധിച്ച് നമുക്കത് കൊടുക്കാനായിട്ട് പോസിബിൾ അല്ല. ഒന്നാമത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഒരു പെട്ടെന്ന് ഒരാൾ നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ ഇവിടെ എത്തിയതല്ല. അങ്ങനെ ഒരാളെ നമ്മൾ, അല്ലെ ഒരു ഡീലറിനെ നമ്മൾ കണ്ടുപിടിച്ചത് ആരും നമുക്ക് കൊണ്ട് പരിചയപ്പെടുത്തി തന്നതല്ല. നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം മെറ്റീരിയൽസ് വാങ്ങിച്ച് ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റി അതൊക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെ ഒരു ലോങ് ജേർണിയിലാണ് നമ്മൾ ഓരോ സാധനങ്ങളും എത്തുന്നത്. അപ്പം നമ്മളൊരു ഒത്തിരി ലോങ് ജേർണിയിൽ കുറേ സ്ട്രഗിളൊക്കെ ചെയ്ത് അതിൻ്റെ അറ്റത്ത് എത്തിക്കഴിയുമ്പോഴത്തേനും ആ എത്തിയ പൊസിഷൻ ഒരാൾക്ക് ഷെയർ ചെയ്യാന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഓരോരുത്തരും ബിസിനസ് തുടങ്ങുമ്പോൾ ഈ ഒരു വേ തന്നെയാണ് അവർ മുമ്പോട്ട് എത്തേണ്ടത്. അല്ലാണ്ട് വേറൊരാൾ ക്ലൈം ചെയ്തിട്ട് ഏറ്റവും മുകളിൽ എത്തിയിടത്തോട് ഡയറക്റ്റ് ചാടാനായിട്ട് നമുക്ക് ഈ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല. എന്നാലും അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവർ നമുക്ക് പേഴ്സണലി ഒരിക്കലും ഈ പറഞ്ഞ പോലെ അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. കഴിവതും ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക. പക്ഷെ എനിക്ക് നമ്മൾ എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡീലേഴ്സിനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ള റൂട്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞു കൊടുക്കാറുണ്ട്. കൂടുതലും ഇന്ത്യ മാർട്ട് ത്രൂവും ഇപ്പൊ ലോക്കലൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള ഹോൾസെയിൽ ആയിട്ടുള്ള മാർക്കറ്റുകളിലൊക്കെ പോയാലും നമുക്ക് ഒരു ബേസിക് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ഡീലേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇന്ത്യ മാർട്ട് പോലത്തെ വെബ്സൈറ്റുകളുണ്ട്. അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി ഹോൾസെയിൽ ഡീലേഴ്സിനെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി ഹോൾസെയിൽ ഡീലേഴ്സ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് നമ്മൾ അതിനകത്ത് വേണ്ടി പുറകെ നടക്കണം. ഒത്തിരി ആൾക്കാരെ നമ്മൾ വിളിക്കണം, ഒത്തിരി അവർ നമുക്ക് സാമ്പിൾസ് അയച്ചു തരും. ഇപ്പം നമുക്കാണെങ്കിൽ പോലും ഒരുപാട് പേര് സാമ്പിൾസ് അയച്ചു തന്നിട്ടുണ്ട്. സാമ്പിൾസ് അയക്കുമ്പം പോലും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് സാറ്റിസ്ഫൈ ആവണമെന്നില്ല. ആ മെറ്റീരിയൽ ക്വാളിറ്റിയോ അല്ലെങ്കിൽ പ്രിന്റോ നമ്മൾ ഫോട്ടോസിലൊന്നും കാണുന്ന പോലെ ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ പോയി ചെക്ക് ചെയ്ത് ആ മാർക്കറ്റ് വഴിയൊക്കെ നടന്ന് തന്നെ വേണം നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിച്ചെടുക്കാനായിട്ട്.
അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ വരുത്തുന്ന സമയത്ത് നമുക്ക് റിട്ടേൺ ഒന്നും ഈ പറഞ്ഞ പോലെ ചില ഡീലേഴ്സ് ഒന്നും നമുക്ക് റിട്ടേണോ അങ്ങനെയൊന്നും ഇല്ല. അപ്പം നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് ക്വാളിറ്റി കുറവാണെങ്കിലും നമ്മളത് സഫർ ചെയ്ത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതൊന്നും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ ആ ഒരു ജേർണിയിലുള്ള ലോസ് ആയിട്ട് നമ്മളത് കൺസിഡർ ചെയ്ത് നമ്മൾ തന്നെ കീപ്പ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം അത്രയും ഒരു ജേർണി നമുക്ക് ഈസി ആയിട്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്, മീൻസ് ജേർണി അല്ല, ആ ഒരു നമ്മൾ എത്തിയ ഒരു പോയിന്റ് ഇപ്പോഴും നമ്മൾ എങ്ങും എത്തിയിട്ടൊന്നുമില്ല. നമ്മളും ഇപ്പം പുതിയ നല്ല നല്ല കാര്യങ്ങൾ തപ്പി വീണ്ടും ആ ഒരു നടന്നുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല, ജസ്റ്റ് നമ്മൾ ചെറിയ കുറച്ച് സ്റ്റെപ്സ് എത്തിയിട്ടേ ഉള്ളൂ. എന്നാൽ പോലും നമ്മൾ എപ്പോഴും നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നടക്കുന്നതായിരിക്കും നല്ലത്. വേറൊരാളുടെ ഇത് ചോദിച്ചു വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത്, ഒരു വുമൺ ഓൺടർപ്രണർ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ആൾക്കാരെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും നമ്മുടെ വർക്കിലാണെങ്കിലും നമ്മുടെ ആ ഒരു ബിസിനസ്സിലാണെങ്കിലും ഒക്കെ നമുക്ക് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങളും വരാറുണ്ട്. നമ്മൾ കമൻ്റ് ആയിട്ടൊന്നും അല്ലാതെ പോലും പേഴ്സണലി പോലും നമ്മുടെ ഈ ഒരു നമ്പറൊക്കെ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് വരാറുണ്ട്. അത് സ്കാം ആയിട്ടും വരാറുണ്ട്. അതുപോലെ പല ആണുങ്ങളും അതിനെ മിസ്യൂസ് ചെയ്ത് നമുക്ക് പേഴ്സണലായിട്ട് പല ടൈപ്പുള്ള മെസ്സേജുകൾ അയക്കലും അങ്ങനെയൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു വിമൻ്റെ നമ്പർ കിട്ടിയെന്ന് വിചാരിച്ച് അത് മിസ്യൂസ് ചെയ്യാതെ നമ്മൾ അത് വളരെ മാന്യമായിട്ട് അവരോട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എപ്പോഴും ഒരു വിമന് ഒരു റെസ്പെക്ട് കൊടുക്കുക, അത് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും. ഇപ്പം നമുക്കിനി നമ്മുടെ കോട്ട സാരീസിൻ്റെ എല്ലാം കളേഴ്സ് കാണിക്കാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇത് നമുക്ക് കുറേ നാൾക്ക് ശേഷം വീണ്ടും സ്റ്റോക്കിൽ വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഒരു മെഹന്തി ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഓഫ് വൈറ്റ് ഷെയ്ഡ്. ഞാൻ പെട്ടെന്ന് ഷെയ്ഡ്സ് കാണിച്ചു പോവാണ്. ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ഷെയ്ഡ്സും ഉണ്ട്, പുതിയ വന്നിരിക്കുന്ന ഷെയ്ഡ്സും ഉണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് എല്ലാം കാണിക്കുവാണ്. ഇത് വൈറ്റ് ഷെയ്ഡ്, ഇത് ലൈറ്റ് പീച്ച് ഷെയ്ഡ്. കളർ കറക്റ്റായിട്ടായിരിക്കില്ല ചിലപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ലൈറ്റിങ്ങിന്റെ വ്യത്യാസം കൊണ്ടാണ്. ഷെയ്ഡ്സിന്റെ എല്ലാം പിക്സ് നമ്മൾ വാട്സാപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കുമേ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റെഡ് ഷെയ്ഡാണ്. നെക്സ്റ്റ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ്. ഈ ബ്ലൂ ഷെയ്ഡ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 monthsന് ശേഷം റീസ്റ്റോക്ക് വന്നിരിക്കുന്നതാണ്. ഒത്തിരി ആൾക്കാർ പ്രീ ബുക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി എല്ലാവരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ഗ്രേ ഷെയ്ഡ്, ലെമണല്ലോ ഷെയ്ഡ് നമുക്ക് കുറച്ച് ദിവസത്തിന് ശേഷം റീസ്റ്റോക്ക് വന്നിരിക്കുന്നതാണ്. പിസ്ത ഗ്രീൻ ഷെയ്ഡ്, സ്കൈ ബ്ലൂ ഷെയ്ഡ്, ലാവൻഡർ ഷെയ്ഡ് നമുക്ക് കുറച്ച് ദിവസത്തിന് ശേഷം റീസ്റ്റോക്ക് വന്നിരിക്കുന്ന. ഒത്തിരി പേര് കമന്റ് ആയിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാവൻഡർ ഉണ്ടോന്ന്. ലാവൻഡർ ഇപ്പൊ അവൈലബിൾ ആണ്. ഡാർക്ക് പീച്ച് ഷെയ്ഡ്, ഇതൊരു ക്യാരറ്റ് പീച്ച് ആ ഒരു ഷെയ്ഡാണ്. ഒരു ചോക്ലേറ്റ് ഷെയ്ഡ്, ഒരു മൂവാ ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു ചോക്ലേറ്റ് ഷെയ്ഡ്. ഇത് നമ്മുടെ ഡാർക്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡ്. ഇത് ഒരുപാട് നാൾക്ക് ശേഷം റീസ്റ്റോക്ക് വന്നിരിക്കുന്നതാണ്. ഡാർക്ക് നമ്മുടെ ആ ബ്ലൂവിൻ്റെ ഒക്കെ പോലെ തന്നെ ഒരുപാട് നാൾ ശേഷം റീസ്റ്റോക്ക് വന്നിരിക്കുന്ന ഡാർക്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡ്. ഇത് നമ്മുടെ ടൊമാറ്റോ പിങ്ക് ഷെയ്ഡ്, ബേബി പിങ്ക് ഷെയ്ഡ്, ചിക്കു ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡ്സ്, ഈ ഒരു 17 ഷെയ്ഡ്സ് ആണ് നമുക്ക് കോട്ടയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാ സാരീസും ബ്ലൗസ് അവൈലബിൾ ആണ്. ബ്ലൗസ് 1 മീറ്റർ എക്സ്ട്രാ ആയിട്ടാണ് വരുന്നത്. നമുക്ക് 6.5 മീറ്റർ ആയിട്ടും 5.5 മീറ്റർ ആയിട്ടും മാത്രമാണ് കോട്ട സാരീസ് അവൈലബിൾ ആകുന്നത്. ഒത്തിരി ആൾക്കാർ നമ്മളെ 6 മീറ്റേഴ്സ് ആയിട്ട് അവൈലബിൾ ആവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. 6 മീറ്റേഴ്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആകത്തില്ല. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ 6 മീറ്റർ ഒക്കെ വേണ്ട ആൾക്കാർക്ക് നമ്മൾ ഉള്ളിൽ 1/2 മീറ്റർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അവർക്ക് ആ ഒരു വലിപ്പം കിട്ടാൻ വേണ്ടി. നമ്മൾ പ്ലെയിൻ സാരീസ് വരുമ്പോഴത്തേനും അങ്ങനെ വരാറില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ബ്ലൗസ് പീസുകൾ വേണമെന്നുണ്ടെങ്കിൽ 2 ബ്ലൗസ് പീസ് എടുക്കാം. നമ്മൾ 1/2 മീറ്റർ ആയിട്ട് നമുക്ക് പോസിബിൾ അല്ല. ഒന്നെങ്കിൽ 5.5 മീറ്റർ, 1 മീറ്ററേ ഉള്ളൂ. അപ്പോൾ 1 മീറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പീസ് എടുക്കാം. അപ്പോൾ ഒരെണ്ണം ഉള്ളിൽ വെക്കാനും ഒരെണ്ണം ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും കളേഴ്സാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.